ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മുടെ SSC MTSന്റെ ഷിഫ്റ്റ് അനാലിസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അതായത് ഫെബ്രുവരി 5th ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിന്റെ അനാലിസിസ് ആണിത്. ഞാൻ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. Before the nationalization in 1969, which was the only nationalized bank in India? അപ്പോൾ നമുക്കറിയാം നാഷണലൈസേഷൻ നടന്നത് 1969 അപ്പോൾ അതിന് മുന്നേ the only nationalized bank in India was State Bank of India. It was originally known as Imperial Bank of India. Later നമുക്ക് റീനെയിം ചെയ്തതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന്. It was originally known as Imperial Bank of India. Okay, so its nationalization was done on 1st July 1955 on the recommendations of Ghoriwala Committee. Ghoriwala Committeeയുടെ റെക്കമെൻഡേഷൻസിലാണ് നമുക്ക് ഈ ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ നടക്കുന്നത് on 1st July 1955. Okay, so the second question is, who succeeded to the Mauryan throne after Chandragupta Maurya? അപ്പോൾ നമുക്കറിയാം Chandragupta Maurya ആണ് the founder of Mauryan Empire and he is the first emperor of Mauryan Empire. അപ്പോൾ after Chandragupta Maurya who succeeded എന്ന് ചോദിക്കുമ്പോൾ it's his son ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യയുടെ മകനായിട്ടുള്ള ബിന്ദുസാരയാണ്. പുള്ളിക്കാരൻ്റെ റീൻ പീരീഡ് എന്ന് പറയുന്നത് is 297 BC to 273 BC. ഓക്കെ, ആൻഡ് ബിന്ദുസാരയുടെ സൺ അശോകയാണ് തേർഡ് എംപറർ ആവുന്നത്. സെക്കൻഡ് എംപറർ ഇസ് ബിന്ദുസാര ആൻഡ് തേർഡ് എംപറർ ആവുന്നത് ഇസ് ബിന്ദുസാരയുടെ മകനായിട്ടുള്ള അശോക ദ ഗ്രേറ്റ് ആണ്. പുള്ളിക്കാരൻ്റെ റീൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 273 BC to 232 BC ആണ്. ആൻഡ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ മൗര്യൻ എംപയർ എന്ന് പറഞ്ഞാൽ ബൃഹദ്രഥയാണ് നമ്മുടെ ലാസ്റ്റ് റൂളർ ഓഫ് ദി മൗര്യൻ എംപയർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹിസ് റീൻ പീരീഡ് ഈസ് ഫ്രം 1807 BC to 1805 BC. 1807 BC to 1805 BC ആണ് ബൃഹദ്രഥയുടെ റീൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ബൃഹദ്രഥ വാസ് മർഡർഡ് ബൈ ഹിസ് ഓൺ കമാൻഡർ ആയിട്ടുള്ള പുഷ്യമിത്ര ശുംഗയാണ് ബൃഹദ്രഥയെ മർഡർ ചെയ്യുന്നത്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ ന്യൂ ഡൈനാസ്റ്റി കോൾഡ് ശുംഗ ഡൈനാസ്റ്റി ഇൻ 1805 BC. 1805 BC ശുംഗ ഡൈനാസ്റ്റി കൊണ്ടുവരുന്ന ആരാണ്? അപ്പോൾ പുഷ്യമിത്ര ശുംഗയാണ് ബൈ മർഡറിങ് ബൃഹദ്രഥ who was the last ruler of the Mauryan Empire. Okay, so the next question is, ticks and cuscata are the examples of which type of organisms? ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ടിക്സ് ആൻഡ് കസ്കട്ട? ദേ ആർ പാരസൈറ്റ്സ്. അപ്പം നമുക്കറിയാം പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് ഓൺ അതർ ലിവിങ് ഓർഗാനിസം. അവരൊരു ഹോസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ഫോർ ന്യൂട്രീഷൻസ് ആൻഡ് അവരുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും അവർ വേറൊരു ഓർഗാനിസത്തിനെ ഹോസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വളരുന്ന ചെടികളാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ടിക്സ് ആൻഡ് കസ്കട്ട. അപ്പോൾ ഇതിൽ കസ്കട്ട ഇസ് എ പ്ലാന്റ് പാരസൈറ്റ്. ഓക്കെ, കസ്കട്ട ഇസ് എ പ്ലാന്റ് പാരസൈറ്റ് ആൻഡ് ടിക്സ് is an animal parasite ആണ്. കസ്കട്ട ഒരു പ്ലാന്റ് പാരസൈറ്റ് ആണ്. അതുപോലെ ടിക്സ് എന്ന് പറയുന്നത് is an animal parasite. ഓട്ടോട്രോഫ്സ് എന്താണ്? ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് that produce their own food. അതായത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി they produce their own foods. They are called autotrophs. And saprophytes എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് that feed on dead organic matters. Dead organic mattersനെ ഫീഡ് ചെയ്യുന്നവരാണ് അവർ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. Okay, so the next question is, who is the author of the novel Anantamath? Anantamath നമുക്കറിയാം, നമുക്ക് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേമാതരം എഴുതിയിട്ടുള്ള അനന്തമത്തിൽ നിന്നാണ്. ഇറ്റ് ഈസ് എ ബംഗാളി നോവൽ റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ നോവലാണ് അനന്തമത്ത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1882. ഇറ്റ്സ് എ ബംഗാളി നോവൽ. അതിൽ നിന്നാണ് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേമാതരം എടുത്തിട്ടുള്ളത്. Okay, so the next question എന്ന് പറഞ്ഞാൽ what type of musical instruments are called membranophones? Okay, musical instruments membranophones എന്ന് വിളിക്കുന്നത് the instruments that produce skin by beating on a membrane. അതിൻ്റെ സ്കിന്നിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ്, ലൈക്ക് നമ്മുടെ തബല പോലെയുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ എന്താ membranophones എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ധോലക്, തബല, മൃദംഗം, ഡ്രം. ഇതൊക്കെ നമുക്ക് അതിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് membranophones. മെംബ്രാനോഫോൺസ് പോലെ തന്നെയാണ് നമുക്കുള്ളത് ക്രോഡോഫോൺസ്, എയറോഫോൺസ് ആൻഡ് ഇഡിയോഫോൺസ് വരുന്നുണ്ട്. ഈ ക്രോഡോഫോൺസ് എന്ന് പറയുന്നത് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ഗിത്താർ, വീണ പോലുള്ള സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനാണ് നമ്മൾ ക്രോഡോഫോൺസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ എയറോഫോൺസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഫ്ലൂട്ട്, ഷെഹനായി പോലുള്ള വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ച മെംബ്രാനോഫോൺസ്, അത് നമ്മൾ അതിൽ ബീറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് മെംബ്രാനോഫോൺസ്. ദെൻ സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് ക്രോഡോഫോൺസ് ആൻഡ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് എയറോഫോൺസ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇഡിയോഫോൺസ് ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓർ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് ദ ടേം ചാൽക്കോലിത്തിക്. ചാൽക്കോലിത്തിക് ഏജ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ട്രാൻസിഷണൽ എറയാണ് കേട്ടോ. ബിറ്റ്വീൻ നിയോലിത്തിക്കും ബ്രോൺസ് ഏജിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ട്രാൻസിഷണൽ എറയാണ് ചാൽക്കോലിത്തിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിനോട്ട്സ് കോപ്പർ സ്റ്റോൺ ഏജ്. ആക്ച്വലി ആ ഒരു ഏജിൽ നമുക്ക് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ സ്റ്റോൺസും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചാൽക്കോലിത്തിക് ഏജ് ഡിനോട്ട് ചെയ്യുന്നത് കോപ്പർ സ്റ്റോൺ ഏജിനെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ഗ്യാസസും ലിക്വിഡ്സും ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് എന്ത് ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഗ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആണ്, ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡ്രാഗ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഡ്രാഗ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ആണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ലോവസ്റ്റ് ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഏതാ വരുന്നത്? ഇറ്റ്സ് ട്രോപ്പോസ്ഫിയർ. ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് ട്രോപ്പോസ്ഫിയർ. ആൻഡ് ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇസ് 13 കിലോമീറ്റേഴ്സ്, 8 മൈൽസ് എബോ ആണ്. അതായത് 13 കിലോമീറ്റേഴ്സ് ആണ് ഏതാ വരുന്നത്? നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് അറ്റ്മോസ്ഫിയർക്ക് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ വരുന്നത്. ഓക്കെ, സോ അതെ നമുക്ക് അത് കഴിഞ്ഞ് വരുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ആ ലെയറിലാണ് നമുക്ക് എന്തുള്ളത്? ഓസോൺ ലെയർ ഒക്കെ വരുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ഇസ് ട്രോപ്പോസ്ഫിയർ, ദെൻ കംസ് ദ സ്ട്രാറ്റോസ്ഫിയർ. നമുക്ക് ഓസോൺ ലെയർ ഒക്കെ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ കംസ് ദ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ് ഓർ ദ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇസ് എക്സോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് ഏറ്റവും ഹൈയസ്റ്റ് വൺ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കുംബി is the folk dance form of which state? കുംബി is the folk dance form of which state ആണ്? ആൻസർ ഇസ് ഗോവ. ഗോവയിലെ കുംബി എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആണ് കുംബി ഡാൻസ്. ആൻഡ് അതർ ഫോക്ക് ഡാൻസേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഫുഗ്ഡി, ധാലോ, ദേഖ്നി. ഫുഗ്ഡി, ധാലോ, ദേഖ്നി ഒക്കെ അതർ ഫോക്ക് ഡാൻസേഴ്സ് ഓഫ് ഗോവയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ ലജ്ജ. ലജ്ജ എഴുതിയതായിരുന്നു നമുക്കറിയാം, തസ്ലിമ നസ്രീനാണ് ദ ഓതർ ഓഫ് ദ നോവൽ ലജ്ജ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആർക്കിടെക്ചർ പഞ്ച്മഹൽ ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ് ബൈ. പഞ്ച്മഹൽ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ് ബൈ വിച്ച് സ്റ്റൈൽ എന്നാണ്. ദ ആൻസർ ഈസ് ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചർ. ഓക്കെ, ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചർ, അതായത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ സ്റ്റൈൽസ് ഒക്കെ ഉള്ള ബുദ്ധിസ്റ്റ് വിഹാര ആർക്കിടെക്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് പഞ്ച്മഹൽ എന്ന് പറയുന്നത്. And this Panch Mahal in Fatehpur Sikri, Agra is a structure built by Akbar. Akbar built ചെയ്തൊരു structure ആണ് ഈ ഫത്തേപൂർ സിക്രിയിലെ എന്താ പഞ്ച് മഹൽ എന്ന് പറയുന്നത്. Okay, so the next question is Humayun's tomb എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? Humayun's tomb is located in Delhi and it was recognized as a UNESCO World Heritage Site in 1993. 1993 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു ഏതിനെയാണ്? ഹുമയൂൺസ് ടോംബിനെ. Okay, so the next question is with the help of which agent does a pea plant climb up? Okay, with the help of which agent does a pea plant ഒക്കെ climb up ചെയ്യുന്നത്? with the help of ടെൻഡ്രിൽസ് ആണ്. ടെൻഡ്രിൽസിന്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് എന്താ പീ പ്ലാന്റ്സ് ഒക്കെ ക്ലൈംബ്, അത് ഈ പാരസൈറ്റ്സ് പോലുള്ള പ്ലാന്റ്സ് ഒക്കെ ക്ലൈംബ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ടെൻഡ്രിൽസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് വാട്ട് ഇന്റർവൽ ഓഫ് ഇയേഴ്സ് ഈസ് മഹാകുംഭ് ഓർഗനൈസ്ഡ്? ഓക്കെ, മഹാകുംഭ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 12 ഇയേഴ്സിൽ ഒരിക്കലാണ് നമുക്ക് മഹാകുംഭ് നമുക്ക് വരുന്നത്. മഹാകുംഭ് ഹെൽഡ് ചെയ്ത് ഇപ്പം നമുക്ക് 2025 നമുക്ക് മഹാകുംഭ് ഉണ്ടായിരുന്നു. ഐ ഗസ് ഫ്രം ജാനുവരി 13 to 14 ഫെബ്രുവരി എന്തായിരുന്നു, 13 to 16 ഫെബ്രുവരി എന്തായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഓൾസോ ദെൻ ദ മഹാകുംഭ് ഈസ് ഹെൽഡ് അറ്റ് പ്രയാഗ്രാജിലായിരുന്നു ഇപ്പോൾ 2025 മഹാകുംഭ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓതർ ഓഫ് ബൃഹദേശി. Okay, so the next question is the author of Brihadeshi. The author of Brihadeshi is Matanga Muni. Matanga Muniയുടെയാണ് എന്താണ് the author of Brihadeshi. ബ്രഹദേശി ആരുടെയാണ്? മതംഗ മുനിയുടെയാണ്. മതംഗ മുനി. ഓക്കെ, നമുക്കറിയാം ഭരതമുനി ഇതുപോലെ വരുന്നതാണ് നമുക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്രമൊക്കെ വരുന്നത്. ഭരതമുനിയുടെയാണ് ഇത് നാട്യശാസ്ത്ര. ആൻഡ് മതംഗ മുനിയുടെയാണ് ബൃഹദേശി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഓക്കെ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും എന്താ നമുക്ക് നോക്കാം. ഇത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേറ്റ് സോളിഡ് ബിക്കംസ് ലിക്വിഡ്. സോളിഡ് ആയിട്ടുള്ള ഐറ്റം ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഐസ് വെള്ളമാവുന്നത് ആ ഒരു ടെമ്പറേച്ചറാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേറ്റ് വിച്ച് ലിക്വിഡ് ബിക്കംസ് ഗ്യാസ്. ഓക്കെ, ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഗ്യാസ് ആവുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേറ്റ് വിച്ച് ലിക്വിഡ് ബിക്കംസ് സോളിഡ്. ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം സോളിഡ് ആവുന്ന ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അതിനാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്സിജൻ. ഓക്സിജൻ is the most abundant element by mass. Okay, oxygen is the most abundant element by mass in earth's crust. അതുപോലെ മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് അറ്റ്മോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നൈട്രജൻ. ഓക്കെ, മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് അറ്റ്മോസ്ഫിയർ പറയുമ്പോൾ ഇറ്റ്സ് നൈട്രജൻ. മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് ഓൺ എർത്ത് ക്രസ്റ്റ് പറയുമ്പോൾ അത് ഓക്സിജൻ ആണ്. ആൻഡ് നൈട്രജൻ 78% അബുണ്ടന്റ് ഗ്യാസ്, ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് 78%. വിനോദ 78% ഉള്ളത് ഇസ് നൈട്രജൻ. Then the most abundant ആയിട്ടുള്ള മെറ്റൽ ഏതാണ് എർത്ത് ക്രസ്റ്റിൽ? ഇറ്റ്സ് അലൂമിനിയം. അലൂമിനിയം ഇസ് ദ മോസ്റ്റ് അബുണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഏറ്റവും അബുണ്ടന്റ് ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അലൂമിനിയം. ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്സിജൻ. ഏറ്റവും ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് രത്തൻവാടി ഘർ എന്ന് പറയുന്നത് ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഫോക്ക് ഡാൻസ് ആണ് രത്തൻവാടി ഘർ എന്ന് പറയുന്നത്. അതുപോലെ ഗർഭ, നമുക്ക് ഗുജറാത്തിൽ നമുക്കറിയാം ഗർഭ ഡാൻഡി ഒക്കെ നമ്മുടെ ഗുജറാത്തിൻ്റെ ഫോക്ക് ഡാൻസുകളാണ്, അതിൽ വരുന്നതാണ് രത്തൻവാടി ഘർ. ആൻഡ് ഇത് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിയുടെ ടൈമിലാണ്, ഹോളി ഫെസ്റ്റിവലിൻ്റെ ടൈമിലാണ് നമ്മൾ രത്തൻവാടി ഘർ എന്ന് പറയുന്നത് ഫോക്ക് ഡാൻസ് കൂടുതലും പെർഫോം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത ഷിഫ്റ്റിൻ്റെ അനാലിസിസ് ഇടുന്നതായിരിക്കും. അപ്പോൾ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.